ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെന്താ അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒന്നാവുമല്ലേ? ഇന്ന് ജൂലൈ 14th. ഇപ്പോൾ ഇട്ട ഡേറ്റ് മാറി. ഇന്ന് ഈ വീഡിയോ എടുത്തത് ജൂലൈ 14th. അന്നെൻ്റെ ഒരു ഞാൻ ഇട്ടിരുന്നു എൻ്റെ ഡ്രീം ഹോം പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ജൂലൈ 14 ഞായറാഴ്ച ഇരുന്ന് രാവിലെ ആണ് ഹൗസ് വാമിംഗ് ആണ്. എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ്, എൻ്റെ ഡ്രീം ഹോം. അപ്പോൾ ഇതാണ് ഡ്രീം ഹോമിൻ്റെ ഫൈനൽ ലുക്ക്. അൽഹംദുലില്ലാഹ് എല്ലാം നല്ല രീതിയിൽ. ഇത് ഞാൻ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. ഒന്നും തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് വീഡിയോ എടുക്കാന്ന് വെച്ച് തിരക്ക് ജസ്റ്റ് കാരണം ഞാനങ്ങ് വിട്ടുപോകും, തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോകും. അതുകൊണ്ട് മാത്രമാണ് ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചത്. ഞങ്ങളിപ്പോൾ താമസിക്കാവുന്ന രീതിയിൽ താഴത്തെ ഫ്ലോർ മാത്രമാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കയറിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് താമസിക്കാവുന്ന രീതിയിൽ അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. വീടിൻ്റെ അകം കാഴ്ചകൾ പിന്നെ എന്താ പറയുകയെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കാരണം ഒത്തിരി കാത്തിരുന്നിട്ടാണ് ഞങ്ങൾ ഇത് ഇത്രയെങ്കിലും ആയത്. ഈ വീടിൻ്റെ വെച്ച് 2 വർഷത്തിലധികം ആയി ഇതിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ ഏകദേശം 1.5 വർഷത്തോളം, ഏകദേശം 2 വർഷത്തോളം, 2 വർഷം മുൻപ് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് എൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്നേരം ക്യാഷിന് ബുദ്ധിമുട്ട് കൊണ്ട് വീടിൻ്റെ പണി പകുതി നിർത്തേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ഹസ്ബൻഡ് പോയി. നമുക്ക് പെട്ടെന്ന് കൊറോണയുടെ ഹാങ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ ലൈഫിൽ ഇതൊന്നും പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് പിന്നെ പണി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതങ്ങ് സ്റ്റോപ്പായി, പൂർണ്ണമായും സ്റ്റോപ്പായെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയാണ് ഇടയ്ക്ക് ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് വീണ്ടും വന്ന് നമ്മൾ വിചാരിച്ചു എന്തായാലും ശരി, ഫുള്ള് ചെയ്തില്ലെങ്കിലും താമസിക്കാവുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കയറാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. നമുക്ക് ഇപ്പോഴും ആ ഒരു കൊറോണയുടെ ഹാങ് ഓവർ ഇപ്പോഴും നമ്മുടെ ലൈഫിലുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ആ ഒരു പഴയ ലൈഫിലേക്ക്, ആ ഒരു ഇൻകത്തിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പകുതി വഴിക്ക് വെച്ച് നമ്മുടെ ഈ വീടിൻ്റെ പണിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മളിപ്പോഴും റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തും വിചാരിച്ചില്ല, സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ഇത് പൂർത്തിയാക്കുന്ന. അൽഹംദുലില്ലാഹ് മാഷാഅല്ലാഹ് ഇതിങ്ങനെ ആയി, ഇങ്ങനെയൊക്കെയായി, പൂർത്തിയായി. വിചാരിച്ചതിലും വേഗം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് വീട്ടിൽ താമസമാവാൻ സാധിച്ചു. ഇപ്പോൾ ഈ കാണുന്ന ഈ ജൂലൈ 14th ഹൗസ് വാമിങ്ങിൽ. ജൂലൈ 30th അന്നും 13ാം തീയതിയും നൈറ്റ് ഫുള്ള് വരെയും പണി നടക്കുമായിരുന്നു. അതായത് ഫൈനൽ നമുക്ക് അന്ന് തന്നെ കയറണം, ജൂലൈ 14ാം തീയതി കയറണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അന്നും 13ാം തീയതി നൈറ്റിലും പണി ചെയ്താണ് നമ്മൾ കയറിയത്. നമ്മൾ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ക്ലീനിങ്ങും മറ്റ് പണികളുമായിട്ട് ഭയങ്കര തിരക്ക് പിടിച്ച രീതിയിലായിരുന്നു കയറുന്നതിന് തൊട്ട് മുമ്പും. പിന്നെ എങ്ങനെയൊക്കെയോ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ഹൗസ് വാമിങ് നടത്തിയത്. പിന്നെ ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല, കാരണം നമ്മൾ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെ മാത്രം വിളിച്ചാണ് നമ്മൾ ഈ ഹൗസ് വാമിങ്ങിൻ്റെ നടത്തിയത്. പിന്നെ ഇതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീടിൻ്റെ പണി നിർത്തിയ ശേഷം ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ആക്ച്വലി കുറേ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുൾ ടൈൽ വർക്കും എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് ചെയ്തത്. അതായത് ഒരു സഹായി പോലും ഇല്ലാതെ തനിയെ തന്നെ കട്ട് ചെയ്തും എല്ലാ കാര്യം ടൈലിൻ്റെ ഫുൾ പണിയും ആളൊക്കെയാണ് ലീവ് ചെയ്തിട്ട് ഇല്ലെന്ന് തന്നെ പറയാം. മൊത്തം ഈ വീടിൻ്റെയാണ് സ്പെൻഡ് ചെയ്തത്. എങ്ങനെ ഇത് താമസമാക്കിയിട്ട് തിരികെ പോകണം എന്നുള്ള ആ ഒരു വാശി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആഗ്രഹം, ആ ഒരു ഇതിലെ ആളാണ് ഫുള്ള് ടൈൽ വർക്കും ചെയ്തത്. പിന്നെ അതുപോലെ ഈ വീടിൻ്റെ വയറിങ്, പ്ലംബിങ്, അതുപോലെ ഈ പെയിൻറ്റ്, ഇതെല്ലാം ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ്. ആൾ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഹസ്ബൻഡ് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു, അതും ആൾ ഒറ്റയ്ക്കാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓരോ പണി
എത്ര പേര് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോരുത്തർ ഒറ്റയ്ക്ക് ചെയ്തതെന്ന് വെച്ചാൽ അത്രയ്ക്കും നമ്മുടെ ആഗ്രഹം അത്രയ്ക്കും വലിയ ആഗ്രഹമായിരുന്നു. അത്രയ്ക്കും ആഗ്രഹം എന്താ പറയുക, അതിലൂടെ നമ്മൾ അത്രമാത്രം ആഗ്രഹിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത് ചെയ്തത്, ഈ വീട് ഈ രീതിയിലാക്കിയത്. അപ്പോൾ ചിലർ പറയുന്ന കേൾക്കാമല്ലോ, ഒരു ആഗ്രഹത്തെ എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു അതിനോട് ആ തീവ്രത അനുസരിച്ചിരിക്കും റിയാലിറ്റി എന്നത്. സത്യം പറയുന്നത് സത്യമാണ്. നമ്മുടെ ആഗ്രഹത്തിൻ്റെ ആ തീവ്രത അതാണ് ഈ റിസൾട്ട്. അതാണ് നമ്മളിപ്പോൾ താമസിക്കാവുന്ന രീതിയിലായത്. മുകളിലത്തെ ഫിനിഷിങ് ആയിട്ടില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് താമസിക്കാൻ ഇത്ര സൗകര്യങ്ങളൊക്കെ മതി. ഇത്രയും ആയതിന് നമ്മുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ തീവ്രത മൂലമാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ആയത്. ഇത്രയും രീതി എന്താ പറയുക, പറയാൻ വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെ എത്തിയത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് പേരേക്ക് ക്ഷണിച്ചു. ജൂലൈ 14 താമസമായി. ഇന്ന് ആഗസ്റ്റ് 2. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഇന്ന് തന്നെയാണ് ഞാൻ ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇത്രയും ദിവസം പോസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ടൈമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. താങ്ക് യു.